എല്ലാവർക്കും ന്യൂസ് ഫസ്റ്റ് മലയാളത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ക്രിക്കറ്റ് ലോകത്തെ ഏറ്റവും പുതിയ വാർത്തകൾ ആദ്യമേ അറിയാൻ ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. IPL 2026ന്റെ ചരിത്രത്തിൽ കൊൽക്കത്തയിലെ ഈഡൻ ഗാർഡൻ സ്റ്റേഡിയം ഇന്നലെ സാക്ഷ്യം വഹിച്ചത് ലോകത്തെ മുഴുവൻ വിസ്മയിപ്പിച്ച് വിരൽ കടിച്ചുപോകുവാൻ പ്രേരിപ്പിച്ച ഒരു അവിശ്വസനീയ അത്ഭുതത്തിനാണ്. രാജസ്ഥാൻ റോയൽസിനെതിരെ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് നേടിയ ആവേശകരവും രോമാഞ്ചം കൊള്ളിക്കുന്നതുമായ വിജയത്തിനു ശേഷം പരാജയത്തിന്റെ താടിയെല്ലുകളിൽ നിന്ന് റിങ്കു സിംഗ് വിജയം തട്ടിയെടുത്ത ആ നിമിഷം സ്റ്റേഡിയം കണ്ടത് ബോളിവുഡ് ബാദ്ഷായും KKR ഉടമയുമായ ഷാറുഖ് ഖാനെ പോലും വികാരാധീനനാക്കിയ ഒരു അപൂർവ കാഴ്ചയാണ്. മത്സരം അവസാനിച്ചയുടനെ കിങ് ഖാൻ നേരിട്ട് മൈതാനത്തേക്ക് ഓടിയെത്തുകയും റിങ്കു സിംഗിനെ കെട്ടിപ്പിടിച്ചു ചെയ്ത കാര്യങ്ങൾ ഇന്ന് ലോകമെമ്പാടും വലിയ തലക്കെട്ടുകളായി മാറിയിരിക്കുകയാണ്. റിങ്കുവിന്റെ ഈ ചരിത്ര ഇന്നിംഗ്സിലും സീസണിലെ ആദ്യ വിജയത്തിലും ഷാറുഖ് ഖാൻ തന്റെ സന്തോഷം പ്രകടിപ്പിക്കുക മാത്രമല്ല ചെയ്തത്, റിങ്കുവിനെ കോടീശ്വരനാക്കുന്ന ഒരു വമ്പൻ പ്രഖ്യാപനത്തിലൂടെ ഏവരെയും അമ്പരപ്പിക്കുകയും ചെയ്തു. ഈഡൻ ഗാർഡനിലെ തിങ്ങി നിറഞ്ഞ സ്റ്റേഡിയത്തിലെ അവസാന ഓവറുകളിലെ പിരിമുറുക്കം നിറഞ്ഞ പന്തുകളിൽ റിങ്കു സിംഗ് തന്റെ സർവ്വശക്തിയുമെടുത്ത് ബൗണ്ടറികളുടെ പെരുമഴ സൃഷ്ടിച്ചപ്പോൾ VIP ബോക്സിലിരുന്ന ബോളിവുഡ് ബാദ്ഷാ ഷാറുഖ് ഖാന് ഒരു നിമിഷം പോലും തന്റെ ഇരിപ്പിടത്തിൽ ഉറച്ചിരിക്കാനായില്ല. ഒരു കൊച്ചുകുട്ടിയെപ്പോലെ അദ്ദേഹം പലതവണ ചാടി എഴുന്നേറ്റു, വായുവിൽ മുഷ്ടി ചുരുട്ടി ആവേശം കൊണ്ടു. തന്റെ ഈ ധീരനായ പോരാളിയോടുള്ള അതിരറ്റ അഭിമാനവും സ്നേഹവും അദ്ദേഹത്തിന്റെ കണ്ണുകളിൽ വ്യക്തമായിരുന്നു. ഒരു മകന്റെ ഏറ്റവും വലിയ വിജയം കാണുമ്പോൾ ഒരു പിതാവിന്റെ കണ്ണുകളിൽ തിളങ്ങുന്ന അതേ അഭിമാനം. റിങ്കുവിന്റെ ബാറ്റിൽ നിന്ന് ആ അവസാന വിജയറൺ പിറന്നയുടനെ ഈഡൻ ഗാർഡനിലെ ആരവം വാനോളം ഉയർന്നു. ഷാറുഖ് ഖാൻ തന്റെ സുരക്ഷയെപ്പോലും വകവയ്ക്കാതെ VIP ബോക്സിന്റെ പടവുകൾ ഇറങ്ങി താഴേക്ക് ഓടിയെത്തി. ശ്വാസമെടുക്കാൻ പോലും ബുദ്ധിമുട്ടി വിജയത്തിന്റെ ലഹരിയിൽ നിൽക്കുന്ന റിങ്കുവിന്റെ അടുത്തേക്ക് മൈതാനത്തിന്റെ നടുവിലേക്ക് അദ്ദേഹം കുതിച്ചെത്തി. ഒരു നിമിഷം പോലും വൈകാതെ ഷാറുഖ് റിങ്കുവിനെ തന്റെ നെഞ്ചോട് ചേർത്തു പിടിച്ചു. അതൊരു ഫ്രാഞ്ചൈസി ഉടമയും കളിക്കാരനും തമ്മിലുള്ള ആലിംഗനമായിരുന്നില്ല, മറിച്ച് തകർക്കാനാവാത്ത ഒരു വൈകാരിക ബന്ധത്തിന്റെ നേർക്കാഴ്ചയായിരുന്നു അത്. മത്സരം ശേഷം ഡ്രസ്സിംഗ് റൂമിൽ പ്രത്യേക ടീം മീറ്റിംഗും പ്രസ് കോൺഫറൻസും നടന്നപ്പോൾ അവിടെ ഒരു മാന്ത്രിക അന്തരീക്ഷമായിരുന്നു. ഷാറുഖ് ഖാൻ മൈക്ക് കയ്യിലെടുത്തയുടനെ മുറിയിൽ സൂചി വീണാൽ കേൾക്കുന്ന നിശബ്ദത പരന്നു. കിങ് ഖാന്റെ ഹൃദയത്തിൽ നിന്ന് ഇന്ന് വളരെ വലുതെന്തോ പുറത്തുവരുമെന്ന് എല്ലാവർക്കും അറിയാമായിരുന്നു. വളരെ വികാരാധീനനായി എന്നാൽ ആവേശത്തോടെ ഷാറുഖ് പറഞ്ഞു, ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ നിൽക്കുന്നത് ഒരു ഫ്രാഞ്ചൈസി ഉടമയായോ സൂപ്പർ സ്റ്റാറായോ അല്ല, മറിച്ച് റിങ്കു സിംഗിന്റെ ഏറ്റവും വലിയ ആരാധകനായാണ്. KKR ടീമിന്റെ യഥാർത്ഥ ജീവനും ഐഡന്റിറ്റിയും എന്താണെന്ന് പലപ്പോഴും ആളുകളും മീഡിയയും എന്നോട് ചോദിക്കാറുണ്ട്. ഇന്നെന്റെ ടീമിലെ ഈ സിംഹം ലോകത്തിന് കാണിച്ചു കൊടുത്തു ഈ ടീമിന്റെ ഹൃദയമിടിപ്പും യഥാർത്ഥ ആത്മാവും റിങ്കു സിംഗ് തന്നെയാണെന്ന്. റിങ്കു ഇന്ന് മൈതാനത്ത് ചെയ്തത് വെറുമൊരു ക്രിക്കറ്റല്ല, അതൊരു ദൈവിക അത്ഭുതമായിരുന്നു. മുകളിലിരിക്കുന്നവൻ മാത്രം എഴുതിയ ഒരു തിരക്കഥ. നമ്മുടെ ടീം 85 റൺസിന് 6 വിക്കറ്റ് നഷ്ടത്തിൽ തോൽവിയുടെ വക്കിൽ നിന്നപ്പോൾ കളി കൈവിട്ടുപോയി എന്ന് ഒരു നിമിഷം എനിക്കും തോന്നിയിരുന്നു. എന്നാൽ ഞാൻ റിങ്കുവിന്റെ കണ്ണുകളിലേക്ക് നോക്കിയപ്പോൾ അവിടെ തോൽവിയുടെ ഭയമായിരുന്നില്ല, മറിച്ച് പിക്ചർ അബി ബാക്കി ഹെ മേരെ ദോസ്ത് എന്ന് വിളിച്ചു പറയുന്ന തീജ്വാലയാണ് ഞാൻ കണ്ടത്. റിങ്കു ഇന്ന് തോറ്റ മത്സരം ജയിപ്പിച്ചു തരിക മാത്രമല്ല ചെയ്തത്, ഇല്ലായ്മകളിൽ ജീവിക്കുന്ന കോടിക്കണക്കിന് യുവാക്കൾക്ക് ഒരു പുതിയ പ്രതീക്ഷയും ജീവിക്കാനുള്ള ധൈര്യവും കൂടിയാണ് നൽകിയത്. കിങ് ഖാന്റെ മഹാമനസ്കത അവിടെ അവസാനിച്ചില്ല. റിങ്കുവിനെ സാമ്പത്തികമായി സുരക്ഷിതനാക്കുന്ന ആ വലിയ പ്രഖ്യാപനം അദ്ദേഹം നടത്തി. KKRന്റെ അഭിമാനം സംരക്ഷിക്കാൻ റിങ്കു ഒഴുക്കിയ വിയർപ്പിനും അവൻ നൽകിയ മഹത്തായ വിജയത്തിനും ഒരു ലൗകിക സമ്പത്തും പകരമാവില്ല. എന്നാൽ ഒരു ജ്യേഷ്ഠൻ എന്ന നിലയിൽ, രക്ഷിതാവെന്ന നിലയിൽ KKR കുടുംബത്തിന്റെ പേരിൽ റിങ്കുവിന് വളരെ പ്രത്യേകമായ സാമ്പത്തിക ബോണസും പൂർണ്ണമായും സജ്ജമാക്കിയ അതിമനോഹരമായ ഒരു ആഡംബര വില്ലയും ഞാൻ സമ്മാനമായി പ്രഖ്യാപിക്കുന്നു. റിങ്കുവിന്റെ പിതാവ് ജീവിതകാലം മുഴുവൻ കഷ്ടപ്പെടുകയും ദാരിദ്ര്യം അനുഭവിക്കുകയും ചെയ്ത ആ കാലം കഴിഞ്ഞു. അവർക്ക് അർഹിക്കുന്ന എല്ലാ സുഖസൗകര്യങ്ങളും ആഡംബരങ്ങളും ഇനി ആ കുടുംബത്തിന് ലഭിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഈ വാക്കുകൾ കേട്ടയുടനെ ഡ്രസ്സിംഗ് റൂം മുഴുവൻ റിങ്കു റിങ്കു എന്ന ആരവങ്ങളാലും കയ്യടികളാലും മുഖരിതമായി. റിങ്കു സിംഗിന് അപ്പോൾ സംസാരിക്കാൻ വാക്കുകളില്ലായിരുന്നു. തന്റെ ഷാറുഖ് സാറിന്റെ ഈ വലിയ സ്നേഹത്തിനു മുന്നിൽ താൻ എത്രത്തോളം കടപ്പെട്ടിരിക്കുന്നുവെന്ന് അദ്ദേഹത്തിന്റെ കണ്ണുകളിൽ നിന്ന് ഒഴുകിയിറങ്ങിയ കണ്ണുനീർ വ്യക്തമാക്കുന്നുണ്ടായിരുന്നു. ഷാറുഖ് ഖാൻ മുന്നോട്ട് വന്ന് റിങ്കുവിന്റെ നെറ്റിയിൽ സ്നേഹത്തോടെ ചുംബിച്ചുകൊണ്ട് ആ കാതുകളിൽ പതുക്കെ മന്ത്രിച്ചു, നീ എന്റെ വെറുമൊരു കളിക്കാരനല്ല റിങ്കു, ഇന്നു മുതൽ നീ എന്റെ മകനാണ്, എന്റെ കുടുംബമാണ്. IPL 2026ലെ ആ രാത്രിയെ എന്നേക്കുമായി അനശ്വരമാക്കിയ നിമിഷമായിരുന്നു അത്. അലിഗഡിലെ ഇടുങ്ങിയ തെരുവുകളിൽ നിന്ന് വന്ന് ഇന്ന് ലോകത്തിലെ ഏറ്റവും മികച്ച ഫിനിഷർമാരിൽ ഒരാളായി മാറിയ റിങ്കുവിന്റെ ലാളിത്യമാണ് അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ കരുത്തെന്ന് ഷാറുഖ് അഭിപ്രായപ്പെട്ടു. മത്സരം ശേഷം അഭിനന്ദിച്ചപ്പോൾ ഇതൊക്കെ അച്ഛന്റെ അനുഗ്രഹമാണ് സർ എന്ന് മാത്രമാണ് റിങ്കു പറഞ്ഞത്. റിങ്കു പോലുള്ള കുട്ടികളാണ് ഈ കളിയെ ഇത്രമേൽ മനോഹരമാക്കുന്നതെന്ന് കിങ് ഖാൻ വ്യക്തമാക്കി. എന്തായാലും ഷാറുഖ് ഖാന്റെ ഈ സ്നേഹവും സമ്മാനങ്ങളും കാണുമ്പോൾ റിങ്കുവിന്റെ കഠിനാധ്വാനത്തിന് കിങ് ഖാൻ അർഹിച്ച വില നൽകിയെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? റിങ്കു സിംഗിന്റെ ഈ ഇന്നിംഗ്സ് IPL ചരിത്രത്തിൽ തന്നെ ഏറ്റവും മികച്ചതായി കണക്കാക്കണമോ?
നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ബോക്സിൽ തീർച്ചയായും പങ്കുവയ്ക്കുക. ഷാറുഖിന്റെയും റിങ്കുവിന്റെയും ഈ ആത്മബന്ധം നിങ്ങളെയും വികാരാധീനരാക്കിയെങ്കിൽ റിങ്കു SRK ജോഡി എന്ന് കമന്റ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഇതുപോലത്തെ കൂടുതൽ ക്രിക്കറ്റ് വാർത്തകൾക്കായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.